അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽ ബുൽദാനുൽ ഖലീജ് എന്ന് പറയുന്ന ആ ഒരു പാഠത്തിലെ മൂന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഇത് കഴിഞ്ഞ ടെക്സ്റ്റിൻ്റെ ഒരു ബാക്കി എന്നോണമാണുള്ളത്. ഇവിടെ ആദ്യം കുവൈത്തിനെ കുറിച്ചാണ് പറയുന്നത്. കുവൈത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കാം. കുവൈത്ത് അറേബ്യൻ ഭൂഖണ്ഡത്തിലെ നോർത്ത് ഈസ്റ്റ് മൂലയിലുള്ള ഒരു രാജ്യമാണ്, ഒരു രാഷ്ട്രമാണ്. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം ചെറിയ രാഷ്ട്രമാണ് കുവൈത്ത്. കുവൈത്തിൻ്റെ കടൽ തീരഭാഗങ്ങളിൽ വളരെ ആഴത്തിലുള്ള അവിടെ കടൽ തീരം വളരെ ആഴമുള്ളത് കാരണത്താൽ ഒരു നാച്ചുറൽ കോസ്റ്റായിട്ട് കുവൈത്തിൻ്റെ പട്ടണമായിട്ടുള്ള കുവൈത്ത് സിറ്റി അറിയപ്പെടുന്നുണ്ട്. അഥവാ അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കടൽ തീരമാണ്. അവിടെ നമ്മൾ ഉണ്ടാക്കിയതല്ല, ഒരു നാച്ചുറൽ അത്രക്കും ആഴമുള്ളൊരു ഭാഗമായതുകൊണ്ട് അതിൻ്റെ അതിർത്തികളായി വരുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്തു നിന്ന് അറേബ്യൻ ഖലീജുൽ അറബിയാണ് വരുന്നത്. അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഭാഗത്തു നിന്നും ഇറാഖിനോട് അത് അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഭാഗത്തു നിന്നും സൗദിയോടും അതുപോലെ ഈസ്റ്റ് ഭാഗത്തു നിന്ന് ഖലീജുൽ അറബിയോടും അത് അതിർത്തി പങ്കിടുന്നുണ്ട്. അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ള ഒരു നാച്ചുറൽ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു രാജ്യമാണ് ഈ നമ്മുടെ കുവൈത്ത് എന്ന് പറയുന്നത്. കുവൈത്തിന് വളരെയധികം കാലങ്ങൾ മുമ്പ് തന്നെയുള്ള ചരിത്രത്തിൻ്റെ ഒരു പ്രാധാന്യത കൂടെയുണ്ട്. കാരണം കുവൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂത്ത് എന്നുള്ളതിൻ്റെ തസ്ഗീർ ആയിട്ടുള്ള പദമാണ്. കുവൈത്ത് എന്ന് പറയും. അപ്പോൾ നമ്മൾ സാജിദ് അതിൻ്റെ സുജീദ് എന്ന് പറയാറുണ്ടല്ലോ, ആ രീതിയിൽ ഈ കൂത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വരുന്നത് ഈ സൈനികർ സ്ഥിരമായി താമസിക്കുന്ന, അവരുടെ ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്ന ഒരു കോട്ട പോലെയുള്ള ഒരു സംരക്ഷണ സ്ഥലത്തിനാണ് കൂത്ത് എന്ന് പറയുന്നത്. പിന്നീട് കുവൈത്തിന് ഏകദേശം 9ഓളം ഉപഭൂഖണ്ഡങ്ങൾ കുവൈത്തിലുണ്ട്. 9ഓളം ചെറിയ ദ്വീപുകൾ എന്നുണ്ട്, ഉപദ്വീപുകളായിട്ട് കുവൈത്തിനുണ്ട്. ആ 9 ദ്വീപുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫീൽക്ക, ബൂബിയ എന്നൊക്കെ പറയുന്നത് പോലെ അത് നോക്കി വെക്കാം, ഇമ്പോർട്ടൻ്റ് അല്ല ഏതായാലും. അതേപോലെ തന്നെ കുവൈത്തിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നുള്ളത് കുവൈത്ത് സിറ്റിയാണ്. അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അറബിയും അവരുടെ കറൻസി ആയിട്ടുള്ളത് കുവൈത്തി ദീനാറുമാണ്. പിന്നീട് അടുത്തതായിട്ടുള്ളത് ദൗലത്ത് ഖത്തറാണ്. മിഡിൽ ഈസ്റ്റിലെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സോവറിൻ കൺട്രിയാണ്, രാഷ്ട്രമാണ് ഖത്തർ എന്നുള്ളത്. അറേബ്യൻ ഭൂഖണ്ഡത്തിൽ നിൽക്കുന്ന ഒരു സബ് കോണ്ടിനെൻ്റാണ് ഖത്തർ അത് ലോകത്തെ വളരെയധികം പ്രാധാന്യമുള്ള രാജ്യമാണ്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ നെഫ്റ്റും ഗാസും അഥവാ പെട്രോളിയം ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഗ്യാസൊക്കെ മൈൻ ചെയ്തെടുക്കുന്നത് ഖത്തറിൽ നിന്നാണ്. അതുകൊണ്ട് ലോകോത്തര പ്രാധാന്യമുള്ളൊരു രാജ്യമാണ് ഖത്തറിൽ ഇസ്ലാമിക് ഭരണകൂടമാണ്. അതുപോലെ തന്നെ ഖത്തർ നമ്മുടെ അറേബ്യൻ ഭൂഖണ്ഡത്തിലെ വെസ്റ്റ് കോസ്റ്റിൻ്റെ മധ്യത്തിലായി നിലനിൽക്കുന്ന ഒരു ഭാഗത്താണ് ഖത്തറുള്ളത്. ഖത്തറിൽ ഒരുപാട് ഉപദ്വീപുകളുണ്ട്. അതിൽ വലിയതായിട്ടുള്ള ദ്വീപുകളായിട്ട് പറയുന്നത് ഹാലു, ഷറാവു, അസ്ഹാത്ത് എന്ന് പറയുന്ന അതൊക്കെ അതിൻ്റെ വലിയ ദ്വീപുകളാണ്. അങ്ങനെ ഒരുപാട് ദ്വീപുകൾ ഖത്തറിനുണ്ട്, ഉപദ്വീപുകൾ ഖത്തറിനുണ്ട്. ഖത്തറിൻ്റെ അതിർത്തി വരുന്നത് അതിൻ്റെ സൗത്ത് ഭാഗത്തായിട്ട് അതിർത്തി പങ്കിടുന്നത് സൗദി, ബഹ്റൈൻ, അതേപോലെ എമിറേറ്റ്സ്, ഇറാൻ, അതൊക്കെ ഒരു കടൽ മാർഗമാണ് അത് ബന്ധപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആസിമയായിട്ട് ക്യാപിറ്റലായിട്ട് വരുന്നത് ദോഹയാണ്. ദോഹ സിറ്റിയാണ് നമ്മുടെ ഖത്തറിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. ദോഹയിൽ തന്നെയാണ് അവരുടെ സുപ്രീം കോർട്ടും അതുപോലെ തന്നെ ട്രേഡ് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉള്ളത് ആ സിറ്റിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഖത്തറിൻ്റെ ജനസംഖ്യയിൽ പകുതിയോളം താമസിക്കുന്നത് ദോഹയിലാണ്. ഖത്തറിൽ ഒരുപാട് എഡ്യൂക്കേഷൻ സെൻറ്ററുകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണത്താൽ ഒരു കൾച്ചറൽ സെൻ്ററായിട്ട് ഖത്തർ എണ്ണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൻ്റെ ഒഫീഷ്യൽ ഭാഷയായിട്ടുള്ളത് അറബി തന്നെയാണ്. കറൻസി ആയിട്ടുള്ളത് റിയാലും ദീന് ഇസ്ലാമുമാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മജ്ലിസ് തആവുൻ ലിദൗലി ഖലീജുൽ അറബിയ അഥവാ GCC കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. GCC 1981 മെയ് 25-നാണ് സ്ഥാപിതമാകുന്നത്. അന്നും അവിടെ ഉണ്ടായിരുന്നത് 6 മെമ്പേഴ്സാണ്. GCCയിൽ 6 മെമ്പേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. 6 മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് സൗദി, ബഹ്റൈൻ, അതുപോലെ തന്നെ UAE, ഒമാൻ, ഖത്തർ, കുവൈത്ത്, ഈ 6 എണ്ണമാണുള്ളത്. പിന്നെ GCCയുടെ ഒരു ഓർഗനൈസേഷൻ ബോഡി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മജ്ലിസുൽ ആല ഉണ്ടാവും, അഥവാ ഒരു സുപ്രീം കൗൺസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സുപ്രീം കൗൺസിലിന് ഒരു ഹയത്തുൽ ഇസ്തിഷാരി, ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ മൂന്നാമത്തേതായിട്ടുള്ളത് ഹയത്തു തസ്വിയ, നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ഒരു ബോഡി ഉണ്ടാകും. അതേപോലെ തന്നെ മജ്ലിസുൽ ഉസാരി, ഒരു മിനിസ്ട്രി കൗൺസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ 5-ാമതായിട്ടുള്ളത് അമാനത്തുൽ ആമ, ഒരു ജനറൽ സെക്രട്ടറി
സെക്രട്ടേറിയറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഒരു ജനറൽ സെക്രട്ടേറിയറ്റ്, മിനിസ്ട്രി കൗൺസിൽ, പ്രശ്ന പരിഹരിക്കാനുള്ള ഒരു കൗൺസിൽ, അതുപോലെ തന്നെ മജ്ലിസുൽ ആലയുടെ ഒരു അഡ്വൈസറി ബോർഡ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ ആയിട്ടുള്ളത്. അതിലുള്ള അമാനത്തുൽ ആമ എന്ന് പറയുന്നത് ഈ അറേബ്യൻ ഭൂഖണ്ഡങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, അതേപോലെ പ്രോഗ്രാമുകൾ, പ്ലാനുകൾ, അതിലൊക്കെ കൂടുതൽ കോർഡിനേഷനും കോർപ്പറേഷനൊക്കെ കൊണ്ടുവരിക, അതിനുള്ള പഠനങ്ങൾ തയ്യാറാക്കുക, സ്പെഷ്യലായിട്ടുള്ള പഠനങ്ങൾ തയ്യാറാക്കുക. അതുപോലെ തന്നെ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള പീരിയോഡിക്കലായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. മജ്ലിസുൽ വിസാരിയോ അല്ലെങ്കിൽ നമ്മുടെ മജ്ലിസുൽ ആലയോ ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകളും അതേപോലെ തന്നെ പഠനങ്ങളൊക്കെ തയ്യാറാക്കുക. അതേപോലെ തന്നെ മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മീറ്റിങ്ങുകളുടെ സ്കെഡ്യൂളുകളും അജണ്ടകളും എല്ലാം തയ്യാറാക്കുക. അതേപോലെ തന്നെ റിപ്പോർട്ടുകൾ, പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ടുകൾ അതൊക്കെ തയ്യാറാക്കുക. അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ഈ മജ്ലിസ് താവൻ GCCയുടെ ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ ചെയ്യുന്ന ഒരു ടീമാണ് ആര്, നമ്മുടെ ജനറൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന അമാനത്തുൽ ആമ എന്നുള്ളത്. അപ്പം അമാനത്തുൽ ആമ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ GCC ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു കോർപ്പറേഷനും കോർഡിനേഷനൊക്കെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ ഇൻ്റഗ്രേഷനും എല്ലാ രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ 6 രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ്. എല്ലാ രീതിയിലും അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് GCC ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും എക്കണോമിക്കലി, അതുപോലെ തന്നെ വ്യാപാരപരമായിട്ട്, കസ്റ്റംസിൽ, അതുപോലെ ട്രാൻസ്പോർട്ടേഷനിൽ, അതേപോലെ പഠന കാര്യങ്ങളിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, അതുപോലെ തന്നെ അവരുടെ കൾച്ചറിൽ, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള, അതേപോലെ തന്നെ നിയമപരമായ കാര്യങ്ങളിൽ, മാനേജ്മെൻറ്റിൽ, എല്ലാത്തിലും അന്തിമത്തുൻ മുതമാസില ഒരു യൂണിഫോം റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു യൂണിഫോം ആയിട്ടുള്ള എല്ലാവർക്കും ഒരു ഏക റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ GCCയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും, അത് നിർമ്മാണ മേഖലയിലും, മൈനിങ് മേഖലയിലും, അതുപോലെ തന്നെ കൃഷി മേഖലകളിലും, അതേപോലെ തന്നെ നമ്മുടെ മൃഗങ്ങളുടെ ആ മൃഗസമ്പത്തിലും എല്ലാത്തിലും പുതിയ ടെക്നോളജികളും അതേപോലെ തന്നെ പുതിയ സയൻസുകളും ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളും സയൻസുകളൊക്കെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനും, അതുപോലെ എല്ലാ 6 രാജ്യങ്ങളും കൂടെ ചെയ്യുന്ന ജോയിൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നടത്താനും, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ റിസർച്ചുകൾ നടത്താനും, അതിൻ്റെ സെൻറ്ററുകളൊക്കെ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുകളൊക്കെ സഹായിക്കാനും വേണ്ടിയിട്ടും ആദ്യമായിട്ട്, അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ 6 രാജ്യങ്ങളുടെയും താമസിക്കുന്ന ആളുകൾ, അവിടുത്തെ സിറ്റിസൻസിനെ, അവിടുത്തെ ആൾക്കാരെ ഒന്ന് ഏകോപിപ്പിക്കാനും അവർക്കിടയിൽ കൂടുതൽ ബന്ധങ്ങളെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു GCC പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഒരു വഹദത്ത് കെട്ടിപ്പടുക്കുക, ശക്തമാക്കുക, അവർക്കിടയിലുള്ള ഒരു ഏകത്വം ശക്തിപ്പെടുത്തുക. അതേപോലെ തന്നെ എല്ലാവരും എല്ലാ രാജ്യങ്ങളിലുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എഡ്യൂക്കേഷനൊക്കെ ഷെയർ ചെയ്യുക. അത്തരത്തിൽ ഈ 6 കൺട്രികളിലും, ഈ 6 രാജ്യങ്ങളിലും, GCCയുടെ എല്ലാ രാജ്യങ്ങളിലും ഒരു നല്ല ജീവിത ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അതിനുവേണ്ടി തന്നെ ആദ്യമായിട്ട് 2008 ജനുവരി 1 എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സൂഖുൽ ഖലീജുൽ മുഷ്തറക, ഒരു ജോയിൻറ്റ് അറേബ്യൻ മാർക്കറ്റ്, ഗൾഫ് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GCCയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, എല്ലാ സ്ഥാപനങ്ങൾക്കും, അതുപോലെയുള്ള GCCയിലുള്ള എല്ലാ ആളുകൾക്കും, ഏത് രാജ്യത്തുള്ള ആളുകൾക്കാണെങ്കിലും, ഈ 6 രാജ്യത്തിലെ ഏത് രാജ്യത്തിലുള്ള ആളുകൾക്കും അവിടെ നീതിയുക്തമായിട്ട് സമമായിട്ട് സൂക്കിൽ, ആ മാർക്കറ്റിൽ അവരുടെ ഇടപാടുകൾ നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം കച്ചവടം നടത്താനും, ഈ 6 രാജ്യങ്ങളിലുള്ളവർക്ക് പരസ്പരം കച്ചവടം നടത്താനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഈ GCC നീക്കിക്കളയുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണമായിട്ട് ഇവരെ ഏകോപിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു GCC നടത്തിക്കൊണ്ടുവന്നത്. അവസാനമായിട്ട് പറയുന്നത് GCC ആ രാജ്യങ്ങളിലുള്ള നാട്ടുകാരെ, അവിടെയുള്ള ആളുകളെയൊക്കെ അവർക്കുള്ള സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ, മഷാരിയുൽ ഹുക്കുമത്തുൽ ഇലക്ട്രോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഗവൺമെൻറ് പ്രൊജക്റ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ഈ ജനങ്ങളിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ, അതുപോലെ തന്നെ ജനങ്ങളിലേക്കും അവിടെ വരുന്ന വിദേശികൾക്കും, അതുപോലെ തന്നെ ഈ ജോലിപരമായിട്ടുള്ള സെക്ടറുകളിലേക്കും എല്ലാത്തിലേക്കും ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ എത്തിക്കാൻ
ഈ ഇൻ്റർനെറ്റിന് അതുപോലെ തന്നെ പുതിയ ടെക്നോളജിക്ക് എന്തുണ്ട്, വലിയ പങ്കുണ്ട് എന്നാണ് GCCയുടെ അഭിപ്രായം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊരു കോൺവെർസേഷൻ ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നീടുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പിന്നീട് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആദ്യം കുവൈത്തിൻ്റെ ബൗണ്ടറി ചോദിക്കുന്നുണ്ട്, നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞത് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഖത്തറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കറൻസി അത് റിയാലാണ്. മൂന്നാമത്തത് ഖത്തറിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ളത് ദോഹയാണ്. നാലാമത്തത് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് നമ്മുടെ GCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് റിയാദിലാണ്. അതേപോലെ തന്നെ മജ്ലിസ് GCC എപ്പോഴാണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, GCC എപ്പോഴാണ് സ്ഥാപിതമായത്? 1951 മെയ് 21-നാണ്. അടുത്തത് വിട്ടുഭാഗം പൂരിപ്പിക്കാനുള്ളത് നോക്കണം. അതെന്താണ്? ഒന്നാമത്തേൽ തക്കാവു എന്നുള്ളതാണ് ശരി. രണ്ടാമത്തതിൽ ഖത്തർ ബറസത്ത് എന്നുള്ളതാണ് ശരി. മൂന്നാമത്തേൽ തുഅദ്ദു എന്നാണ്, തുഅദ്ദുൽ മദീനത്തു എന്നാണ് ശരി. നാലാമത്തത് അസ്സസ എന്നാണ്, അസ്സസ മജ്ലിസു തആവുൻ എന്നുള്ളതാണ് ശരി. അഞ്ചാമത്തതിൽ യഹ്ദിഫുൽ മജ്ലിസു എന്നാണ് ശരി. പിന്നീട് ജുംല ഉണ്ടാക്കാനുള്ള അൽഫാദുകളുടെ മാന നോക്കാം. അൽ ആസിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ, തലസ്ഥാനം. അതേപോലെ തന്നെ തിസ്അ ജുസ്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഉപദ്വീപുകൾ. അതുപോലെ തന്നെ മഖറുൽ ഹുകൂമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറാക്കിസ് താലിം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സെൻറ്ററുകൾ. തൻസീഖ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ. പിന്നീട് റീവറൈറ്റ് ചെയ്യാനുള്ളതും ട്രാൻസ്ലേഷനും ഉണ്ട്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നീടുള്ളത് മാച്ച് ചെയ്യാനുള്ളതാണ്. മാച്ച് ചെയ്യാനുള്ളത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തത് രണ്ടാമത്തതിനോട് മാച്ച് ആവുന്നുണ്ട്, രണ്ടാമത്തത് നാലാമത്തതിനോട് മാച്ച് ആവുന്നുണ്ട്, മൂന്നാമത്തത് ഒന്നാമത്തതിനോട് മാച്ച് ആവുന്നുണ്ട്, നാലാമത്തത് അഞ്ചാമത്തതിനോട് മാച്ച് ആവുന്നുണ്ട്, അഞ്ചാമത്തത് മൂന്നാമത്തതിനോട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും എക്സസൈസാണ് ഇതിലുള്ളത്. പിന്നീട് അവിടെയുള്ളത് ശരിയായി നോക്കാനുള്ളതാണ്, അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. പിന്നീട് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സമയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിയാൽ മതിയാകും. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് അറിയാത്ത വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം. പിന്നെ അവസാനം സാമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതേ ഒരുപാട് ചോദ്യങ്ങൾ ഇതുവരെ ആവർത്തിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ യൂണിറ്റ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.